കോട്ടയം തീക്കോയി 30 ഏക്കറിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകൾ പൂർണ്ണമായും, ഒരു വീട് ഭാഗികമായും തകർന്നു. പ്രദേശത്തെ 4 വാഹനങ്ങളും തകർന്നിട്ടുണ്ട്. മേഖലയിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദുരിതബാധിത മേഖലയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ, മിഥുൻ മുരളി എന്നിവർ ചേരുകയാണ്. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് പോകുകയാണ്. മിഥുൻ, ആ ഉരുൾപൊട്ടലുണ്ടായ ആ സ്ഥലമാണ് നമ്മൾ കാണുന്നത്. വലിയൊരു ഭൂപ്രദേശം തന്നെ, വലിയ നാശനഷ്ടമുണ്ടാകുന്നു. വീടുകൾ ഒലിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ? തീക്കോയിൽ വലിയ നാശനഷ്ടം തന്നെയാണ് വിതച്ചിരുന്നത്. കാരണം അവിടെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. അവരുടെ എല്ലാ സാധന സാമഗ്രികളെല്ലാം തന്നെ മുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, നിരവധി ആളുകളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഇല്ലാതായ ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. അവിടെ ഒരു വീട്ടിലെ 10ഓളം പശുക്കൾ ഒന്നിച്ച് ചത്തുപോയ ഒരവസ്ഥയുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ നിരവധി ആളുകളുടെ വീടുകൾ തകരുന്ന അവസ്ഥ, ഗൃഹോപകരണം എല്ലാം തന്നെ തകർന്നു പോയ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടേക്ക് അതിൻ്റെ കണക്കെടുപ്പ് പോലും ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സങ്കീർണമായിരിക്കുന്നു അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. അവിടെ റേഞ്ചിനടക്കം വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മൾ വിവരങ്ങൾ, ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിൽ നമുക്കറിയാം, ഇന്ന് രാവിലെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വെള്ളം പൊക്കം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ അതിൻ്റെ ക്ലീനിങ് എല്ലാം ഒരുവിധം ഇവിടുത്തെ സ്ഥാപനങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. അവിടെ ഇപ്പോൾ അവസാനത്തെ പ്രവർത്തനം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കടയുടെ ആളുകളാണോ? എന്താണ് ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു മാറ്റി? എല്ലാം ക്ലീൻ ചെയ്ത് സമാനമായില്ല, ഇനിയും ഒരുപാട് കിടക്കുന്നു. മടുത്ത് ഇവിടും ചെളിയും വെള്ളവും എല്ലാം. നഷ്ടങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് വരും. കോഴിമുട്ടയൊക്കെ ഇന്നലെ 1 ലക്ഷം രൂപയുടെ മുട്ട ഇറക്കിയതാണ്. അത് നനഞ്ഞു കഴിഞ്ഞാൽ കേടായിപ്പോവും. ഒരുപാട് മുകളിൽ പോകും മുട്ടയ്ക്ക് മാത്രം. അപ്പോൾ അതൊക്കെ എല്ലാ ഏറ്റവും ഓണത്തിനൊക്കെ വേണ്ടി. ഓണത്തിനായില്ലല്ലോ. ഒരു ചേട്ടാ, ക്ലീനിങ് ഒക്കെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ സാധനങ്ങളൊക്കെ കടയ്ക്കകത്ത് റൂമിനകത്ത് വെച്ചിരുന്നു. എൻ്റെ അനിയൻ്റെ റൂമാണിത്. കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു. നമ്മുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ വെള്ളത്തിനകത്ത് പൊങ്ങി കിടക്കുകയായിരുന്നു. എല്ലാം വാരി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 കോടി രൂപയുടെ നഷ്ടമാണ് ഈരാറ്റുപേട്ടയിൽ മൊത്തം ഉണ്ടായിരിക്കുന്നത്. ഓരോ കടകൾക്കും വൻ നഷ്ടമാണ്. എല്ലാം പറിച്ചോ വെക്കുന്നിടത്ത് വെച്ച് നമ്മൾ കാണുക. വലിയ നിസ്സഹായ അവസ്ഥ തന്നെയാണ് ഓരോരുത്തരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ നഷ്ടം ഈരാറ്റുപേട്ട നഗരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ വ്യാപാരികളെല്ലാം തന്നെ പറയുന്നത്. ഒപ്പം നമുക്കറിയാം, നമുക്ക് വലിയ സീസണൊക്കെയാണ് വരുന്നത്. അതിനുവേണ്ടി സംഭരിച്ച വസ്തുക്കളും എല്ലാമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈരാറ്റുപേട്ടയും കോട്ടയത്തെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ ഇത് സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണുള്ളത്. ഇന്ന് രാത്രിയും ഇത്തരത്തിൽ ജാഗ്രത തുടരുമെന്നുള്ള അറിയിപ്പ് തന്നെയാണ് ജില്ലാ ഭരണകൂടം. മുരളിയിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. മിഥുൻ മുരളി, രാവിലെ ഒരമ്മയുടെയും മകന്റെയും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി ഈ കനത്ത മഴയിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് വാകത്താനത്ത് 11 വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്ത കൂടി കോട്ടയത്ത് നിന്നും വരികയാണ്. കോട്ടയം ജില്ലയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും വെള്ളം നിറഞ്ഞ അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ മിഥുൻ? കിളിമ, കിഴക്കൻ മേഖലയിൽ ഈ മഴ നിൽക്കുന്നില്ല, മഴയ്ക്ക് ശമനമില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. കിഴക്കൻ മേഖലയിൽ പാല, മുണ്ടക്കയം, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. മഴയ്ക്ക് ശമനമില്ല. ഇന്നലെ അർദ്ധരാത്രിയിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ ലഭിച്ചതാണ് 4 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 9 മണി മുതൽ രാത്രി 2 മണി വരെയുള്ള പുലർച്ചെ 2 മണി വരെയുള്ള സമയത്ത് നിർത്താതെ പെയ്ത മഴയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിർത്താതെ പെയ്ത മഴ പതിവിൽ കൂടുതൽ മഴ ലഭ്യമാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ 7 മണി സമയത്തും മഴയ്ക്ക് മാറ്റമില്ല, മഴയ്ക്ക് ശമനമില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമായി ഉള്ളത്. ഈ പ്രദേശത്തുള്ള ആളുകളോടെല്ലാം, മുഴുവൻ ആളുകളോടും ഈ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങൾ, മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളോട് മുഴുവൻ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഴുവൻ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. അതോടൊപ്പം പാല, ഈരാറ്റുപേട്ട നഗരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പാല, കുരിശുപള്ളി, കൊട്ടാരമറ്റം, മുത്തോലി ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായി. ഈ ഭാഗങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും വെള്ളത്തിനടിയിലായ
സാഹചര്യമാണ് പാലായിൽ ഉള്ളത്. ഈരാറ്റുപേട്ടയിലും സമാനമാണ്. ഈരാറ്റുപേട്ടയിലും ഈ കടകമ്പോളങ്ങളിലടക്കം വെള്ളം കയറി വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പാലായിൽ കോട്ടയം ജില്ലയിൽ മാത്രം 4 ഇടത്താണ് ഇന്നലെ അർദ്ധരാത്രി ഉരുൾപൊട്ടിയത്. അതിൽ ഏറ്റവും ഭീകരമായ സംഭവം ഉണ്ടായത് ഈ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലാണ്. അവിടെയാണ് 2 ആളുകൾ മരിച്ചത്. അമ്മയും മകനും മരിച്ച സംഭവം രാവിലെ നമ്മൾ കണ്ടത്. ഏറ്റവും ദുഃഖകരമായ സംഭവം ഉണ്ടായത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യോനിത്തോട്ടത്തിലാണ്. മണപ്പാട് ജോണിയുടെ മകൻ ജോസഫിൻ 18 വയസ്സുള്ള ആളും മാതാവ് റെജീനയും 2 പേരാണ് അവിടെ മരണപ്പെട്ടത്. മറ്റ് ഇടങ്ങൾ തീക്കോയി, മുണ്ടക്കയം, കൂട്ടിക്കൽ ഈ ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ഭാഗങ്ങളിലൊന്നും ആൾനാശം, ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസ വാർത്തയും കൂടിയുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം വീടുകൾക്ക് മുകളിലേക്കടക്കം വലിയ കല്ലുകൾ വന്ന് പതിക്കുകയും വീടുകൾ തകരുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. തീക്കോയി ഭാഗത്ത് ഈ 4 വീടുകളും വാഹനങ്ങളും അടക്കം ഈ ഉരുൾപൊട്ടലിൽ തകർന്നിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. രാത്രിയിലും കനത്ത ജാഗ്രത പുലർത്താനാണ്. കോട്ടയം ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. രാത്രി അതീവ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും.